മലയാള സിനിമാ ചരിത്രത്തിൽ മൂന്നാമത്തെ 100 കോടി സിനിമയും മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ ഹിറ്റ് സിനിമകളിൽ ഒന്നുമായി 2018 എന്ന പ്രളയകാല കഥാചിത്രം മാറും എന്നാണ് പ്രവചനങ്ങൾ. അതിനിടയിൽ സിനിമയ്ക്കെതിരെ വിമർശനം കടുപ്പിച്ചിരിക്കുകയാണ് CPM പാർട്ടി പത്രമായ ദേശാഭിമാനിയും ചില മുൻ CPM മന്ത്രിമാരും ഇടതുപക്ഷത്തെ ചില കൂലി എഴുത്തുകാരും. വളച്ചൊടിക്കലും വ്യാജ പ്രചാരണവും പോലെ തന്നെ അപകടമാണ് അദൃശ്യവൽക്കരണവും തിരസ്കരണവും എന്നാണ് പാർട്ടി പത്രമായ ദേശാഭിമാനി പറയുന്നത്. 2018 എന്ന സിനിമയ്ക്ക് എതിരെ ദേശാഭിമാനി ഉയർത്തുന്ന പ്രധാന ആരോപണങ്ങൾ ഇവയാണ്. പ്രളയകാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ നിസ്തുലമായ പ്രവർത്തനങ്ങളെ 2018 എന്ന സിനിമ തമസ്കരിക്കുന്നു. ഡാം തുറന്നുവിട്ടതുകൊണ്ടാണ് പ്രളയം ഉണ്ടായത് എന്ന് സിനിമയിൽ പരോക്ഷമായി പറഞ്ഞ് കേരള സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്നു. പ്രളയകാലത്ത് ഉണർന്നു പ്രവർത്തിച്ച സർക്കാർ സംവിധാനങ്ങളെക്കുറിച്ച് സിനിമ മൗനം പാലിച്ചിരിക്കുന്നു. മുൻപ് പറഞ്ഞ എല്ലാ ആരോപണങ്ങളെയും ശ്രദ്ധേയമായി ദേശാഭിമാനി ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു ഗുരുതര ആരോപണം പ്രളയകാലത്ത് ഒരു പള്ളിയിലെ അച്ഛൻ പറഞ്ഞതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ സഹായഹസ്തം നീട്ടി രംഗത്ത് വന്നു എന്ന വിധത്തിൽ സിനിമയിൽ അവതരിപ്പിക്കുന്നു എന്നതാണ്. ഇതൊഴികെ മുൻപ് പറഞ്ഞ എല്ലാ ആരോപണങ്ങൾക്കും ജൂഡ് ആന്റണി തന്നെ മറുപടി പറഞ്ഞതുകൊണ്ട് അവയെപ്പറ്റി ഇവിടെ വിശദീകരിക്കുന്നില്ല. പക്ഷേ പ്രളയകാലത്തെ മത്സ്യത്തൊഴിലാളികളുടെ രക്ഷാപ്രവർത്തനത്തെ സഭയുടെ അക്കൗണ്ടിൽ ചാർത്തിക്കൊടുക്കാൻ ജൂഡ് ശ്രമിച്ചു എന്ന ദേശാഭിമാനിയുടെ ഗുരുതര ആരോപണത്തിനുള്ള മറുപടി ജൂഡ് സിനിമയിൽ പറഞ്ഞത് തന്നെയാണ് സത്യം എന്നതാണ്. അത് തെളിയിക്കാൻ അന്നത്തെ തിരുവനന്തപുരം കളക്ടറായിരുന്ന ശ്രീമതി വാസകി IASന്റെ വാക്കുകൾ തന്നെ കേൾക്കുക. അതായത് ആദ്യത്തെ എനിക്ക് വന്ന വിളി എന്ന് പറയുന്നത് പത്തനംതിട്ട ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനിൽ നിന്നാണ്. നൂഡ് സഹായിക്കാൻ വേണ്ടി എന്റെ ബാച്ച്മേറ്റ് ഹരികിഷോറാണ് എന്നെ വിളിച്ചത്. എന്നെ വിളിച്ചു പറഞ്ഞു, വാസുകി, ഞങ്ങൾക്ക് നിങ്ങളുടെ മത്സ്യത്തൊഴിലാളികളുടെ വള്ളങ്ങളുടെ ആവശ്യമാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ജില്ലയും വെള്ളക്കെട്ടും നമ്മുടെ റിലീഫ് ക്യാമ്പ്, റിലീഫ് മെറ്റീരിയൽ ശേഖരണം, അതിലാണ് ഞാൻ കൂടുതൽ ഇൻവോൾവ് ആയിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു വിളി വന്നപ്പോ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇത് എങ്ങനെ സംഘടിപ്പിക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് പരിചയമുള്ള മത്സ്യത്തൊഴിലാളികളെയും അച്ഛന്മാരെയും ഞാൻ വിളിച്ചിരുന്നു. അപ്പോഴാണ് അറിഞ്ഞത് അവർ ഓൾറെഡി തയ്യാറായിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോ എന്റെ ജോലി എന്നോട് പറഞ്ഞത് വാഹനങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി, ഞങ്ങൾ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. പിന്നെ സുഹാസ്, ആലപ്പുഴ ഡിസ്ട്രിക്ട് കളക്ടർ, എന്നെ വിളിച്ചപ്പോ, മാഡം പത്തനംതിട്ടക്ക് അയച്ചു, ആലപ്പുഴയ്ക്കും അയക്കണം എന്ന് പറഞ്ഞപ്പോ എനിക്കൊന്നും പിടികിട്ടിയില്ല. എന്താ സംഭവിക്കുന്നു നമ്മുടെ കേരളത്തിലെ? അപ്പൊ അങ്ങനെ ഒരു ഹെൽപ്ലെസ്നെസ്, ഒരു നിസ്സഹായത, ഒരു ഫീലിംഗ് ആണ്, ഒരു ഹെൽപ്ലെസ്നെസ് ആണ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ബിഷപ്പ് ഹൗസിൽ നിന്ന് ഫാദർ തിയോഡീസിന് വിളി വന്നിരുന്നു, മാഡം എത്ര മത്സ്യത്തൊഴിലാളികൾ വേണമെങ്കിലും പറയൂ, എത്ര വള്ളങ്ങൾ വേണമെങ്കിലും പറയൂ, ഞങ്ങൾ പോവാമെന്ന് പറഞ്ഞു. ആ ഒരു വാക്ക് ഒരു ജില്ലാ കളക്ടറായിട്ട്, ഒരു ഭരണാധികാരിയായിട്ട് എനിക്ക് എത്രമാത്രം ആശ്വാസം കൊടുത്തു എന്ന് വാക്കുകളാൽ പറയാൻ പറ്റില്ല. അത്രയ്ക്കും നന്ദിയുണ്ട്. ആ ഒരു വാക്ക് ഞങ്ങൾക്ക് ഒത്തിരി ധൈര്യം കൊടുത്തു. ഈ പ്രളയത്തിന് ശരിക്കും പറഞ്ഞാൽ ബൈബിളില് പറയും, പ്രളയത്തില് നോവ ആണ് വലിയ ബോട്ടുകൾ വെച്ച് എല്ലാവരെയും രക്ഷിച്ചു എന്ന്. പക്ഷെ ഇവിടെ നിന്ന് പോയ ഓരോ മത്സ്യത്തൊഴിലാളിയും ഒരു നോവായിട്ട് മാറി ഞങ്ങൾ എല്ലാവരെയും രക്ഷിച്ചു. 2018 പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയ മത്സ്യബന്ധന തൊഴിലാളികളിൽ എല്ലാ മതസ്ഥരും ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. പക്ഷേ അതിനുവേണ്ടി ആദ്യം മുന്നിട്ട് ഇറങ്ങിയതും അതിന് അവരെ പ്രേരിപ്പിച്ചതും ക്രൈസ്തവ സഭകളിലെ വൈദികരാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം അതിരൂപതയിലെ വൈദികർ. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന്റെ സൈന്യം എന്ന് വിളിച്ച് ആദരിച്ച അവരിൽ വലിയൊരു വിഭാഗത്തോട് വിഴിഞ്ഞം സമരകാലത്ത് കേരള സർക്കാർ എങ്ങനെയാണ് പെരുമാറിയത് എന്ന് കേരളം കണ്ടതാണ്. പ്രളയകാലത്ത് മത്സ്യത്തൊഴിലാളികളെ മുന്നിൽ നിന്ന് നയിച്ച തിയഡോഷ്യസ് ഡിക്രൂസ് അച്ഛൻ ആയിരുന്നല്ലോ വിഴിഞ്ഞം സമരത്തിൽ കേരള സർക്കാരിന്റെ വീക്ഷണത്തിൽ ഏറ്റവും വലിയ തീവ്രവാദി. അതുകൊണ്ട് തന്നെ 2018 എന്ന സിനിമ വഴി ലക്ഷക്കണക്കിന് മലയാളികൾ പ്രളയകാലത്ത് മത്സ്യത്തൊഴിലാളികളും അവരെ നയിച്ച വൈദികരും ചെയ്ത അതുല്യ സേവനങ്ങൾ ഓർത്തെടുക്കുന്നത് CPM-നും ദേശാഭിമാനിക്കും ഇനി ദഹിക്കില്ല എന്നത്
സ്വാഭാവികം മാത്രം. 2018 സിനിമയ്ക്കെതിരെ വിമർശനവുമായി മുൻ മന്ത്രിമാരിൽ പലരും പ്രത്യക്ഷപ്പെട്ടെങ്കിലും മറ്റൊരു കടുത്ത വിമർശനം നടത്തിയ വ്യക്തി സാക്ഷരതാ മിഷൻ ഡയറക്ടറായ ഇടതുപക്ഷ എഴുത്തുകാരി PS ശ്രീകലയാണ്. ചില സത്യങ്ങൾ കാണിച്ചെങ്കിലും സത്യങ്ങൾക്കൊപ്പം ചില വക്രീകരണങ്ങളും ചില നുണകളും ചേർത്ത് വെച്ചാണ് ജൂഡ് ആന്റണി സിനിമ ഒരുക്കിയത് എന്നാണ് ശ്രീകലയുടെ കണ്ടെത്തൽ. എന്നാ പിന്നെ നമ്മൾ ഒരുമിച്ച് ഇറങ്ങുകയല്ലേ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയെ മഹത്വവൽക്കരിച്ച് അവതരിപ്പിക്കാൻ ജൂഡ് ശ്രമിച്ചില്ല എന്നത് വലിയ തെറ്റായി ശ്രീകല ചൂണ്ടിക്കാണിക്കുന്നു. സിനിമയിൽ ക്രൈസ്തവ പുരോഹിതൻ മത്സ്യത്തൊഴിലാളികളെ വിളിച്ചു കൂട്ടിയതിനെ പ്രതി പരിതപിക്കുന്ന ശ്രീകല സംവിധായകൻ മേരി മാത എന്ന ബോട്ട് ഇടയ്ക്കിടെ എടുത്ത് കാണിച്ചതിലും അതിനെ പ്രളയത്തിൻ്റെ പ്രതീകമായി ഉയർത്തി കാട്ടിയതിലും രോക്ഷം കൊള്ളുന്നുണ്ട്. എന്തായാലും ശ്രീകലയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് വലിയ പ്രചാരം നൽകിയത് മീഡിയ വൺ ചാനലിൻ്റെ ഓൺലൈൻ ചാനൽ പേജ് വഴിയാണ് എന്ന് അറിയുമ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് പിടികിട്ടി കാണുമല്ലോ. എന്തായാലും പ്രധാന വിമർശനങ്ങളെ ചുരുക്കി പറഞ്ഞാൽ ഇടതുപക്ഷക്കാരുടെ പ്രധാന പ്രശ്നം മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷ സർക്കാരിനെയും സിനിമയിൽ പ്രകീർത്തിക്കാൻ തയ്യാറാകാത്തതും ക്രൈസ്തവ പുരോഹിതർ ചെയ്ത നല്ല പ്രവൃത്തികളെ സിനിമയിൽ ഉയർത്തിക്കാട്ടിയതുമാണ്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മതനിരപേക്ഷത നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഇടതുപക്ഷം തന്നെയാണ് മതസൗഹാർദ്ദത്തിനും വിവിധ മതസ്ഥർ തമ്മിൽ നിലനിൽക്കേണ്ട സാഹോദര്യത്തിനും പരസ്പര സഹായ സഹകരണത്തിനും ഒന്നാം സ്ഥാനം നൽകി അതിമനോഹരമായി ഒരുക്കിയ ഈ പ്രളയകാല കഥാചിത്രത്തിൽ വർഗീയത കണ്ടെത്തി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്നതാണ്. എന്തായാലും വിമർശനങ്ങളെയും ആരോപണങ്ങളെയും അതിജീവിച്ച് സർവകാല റെക്കോർഡ് സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് 2018 എവരിവൺ ഈസ് എ ഹീറോ എന്ന മലയാള ചിത്രം. 2018 പ്രളയകാലത്ത് കേരളീയർ ജാതിയും മതവും മറന്നു കാണിച്ച സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും കഥ പറയുന്ന ചിത്രത്തിന് എതിരെ കുത്തിത്തിരിപ്പുമായി വന്നവരോട് ഇന്നലെ വൈകിട്ട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ജൂഡ് ആന്റണി പറഞ്ഞത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. പ്രളയകാലത്തിൻ്റെ കഥ പറയുന്ന സിനിമയുടെ ചിത്രം കേരളീയരുടെ ചിത്രമാണ്. അതിലേക്ക് ജാതി മതം പാർട്ടി എന്നിവ വലിച്ചിടുന്ന സഹോദരന്മാരെ അത് വേണ്ടളിയ വിട്ടുകള. പ്രളയകാലത്തെ മനുഷ്യ സ്നേഹത്തിൻ്റെ കഥ പറഞ്ഞ ജൂഡിനും ടീമിനും അഭിനന്ദനങ്ങൾ.